നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയുള്ള പ്ലാനാണ് എടുക്കേണ്ടത്, എത്ര രൂപയുടെ കവറേജാണ് എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇന്നും അതിനെ പറ്റിയിട്ട് വലിയൊരു ധാരണയില്ല. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് നാട്ടിലും ഗൾഫിലൊക്കെ കിട്ടുന്ന പോളിസികളും രണ്ടും രണ്ടാണ്. നാട്ടിൽ കിട്ടുന്ന പോളിസികളിൽ മിക്ക കമ്പനികളും പറയണത് 24 മണിക്കൂറെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, അതായത് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കവറേജ് സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളതാണ്. പക്ഷേ ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് നിങ്ങൾ ഒരു പനി വന്ന് ഡോക്ടറെ കാണിച്ചാൽ പോലും അതിനുള്ള റീഇംബേഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ്ലെസ്സോ ആയിട്ട് ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ഗൾഫിലുള്ള ആൾക്കാർ നാട്ടിൽ പോളിസി എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരിത് പ്രതീക്ഷിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, നാട്ടിലെ ചെറിയ അസുഖങ്ങൾ, അതായത് OP ട്രീറ്റ്മെൻറ്റിന് ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ മിക്ക കമ്പനികളും ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല. അതായത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരാളെ സാമ്പത്തികപരമായിട്ട് കടക്കാരനാക്കുന്ന തരത്തിലുള്ള ഒരു രോഗത്തിനാണ് ശരിക്ക് നാട്ടിൽ കവറേജ് കൊടുക്കുന്നത്. അതായത് ഒരു ദിവസം രാവിലെ പോയിട്ട് ഒരു പനി കാണിച്ച് തിരിച്ചു വരുന്ന ഒരവസ്ഥയിൽ അയാൾ സാമ്പത്തികമായി കടക്കാരനാവില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഈ പറയുന്ന കാര്യം നാട്ടിൽ ചെയ്യണത്. ഇനി അടുത്തൊരു കാര്യമാണ്, എത്ര രൂപയുടെ കവറേജാണ് എനിക്ക് എടുക്കേണ്ടത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെയാണ് അടുത്തൊരു പ്രശ്നം കിടക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് കാലം മുൻകൂട്ടി ചിന്തിക്കുന്ന സമയത്ത്, അതായത് ഒരു 10-25 വയസ്സുള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ് പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കോഷ്യസായി നോക്കുന്നത്. 25 ചിലപ്പോൾ അതൊരു 35 ആവാം. അപ്പം നമ്മളൊക്കെ ചിന്തിക്കണത്, നമ്മളെ മുൻകാലം, അതായത് നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഒരു 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയുടെയൊക്കെ ബില്ലുകൾ എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു ബില്ലായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് റോബോട്ടിക് സർജറികൾ പോലെയുള്ള അല്ലെങ്കിൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറി ഉപയോഗിച്ചാണ് എല്ലാ ഹോസ്പിറ്റലുകളും ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഓരോ ട്രീറ്റ്മെൻറ്റിനും ഭീമമായിട്ടുള്ള സംഖ്യകളാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇന്ന് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഏത് കമ്പനിയുടെ പോളിസി ആയാലും എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ബേസ് പോളിസി എടുക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സം അഷ്വേർഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പലപ്പോഴും നമുക്ക് വരുന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, 5 ലക്ഷം രൂപയുടെയും 10 ലക്ഷം രൂപയുടെയും പോളിസി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും 5 ലക്ഷം രൂപ മാത്രമാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പലപ്പോഴും 10 ലക്ഷം രൂപയുടെ പ്രീമിയം പോലും നമ്മൾ ചോദിക്കാറില്ല. ഈ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ പ്രീമിയത്തിൽ സാധാരണയായി ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ഒരു വ്യക്തിയും 20 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും പ്രീമിയത്തിൽ ഉണ്ടാവാറില്ല. ബെറ്റർ കുറച്ച് വലിയൊരു പോളിസി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പോളിസി ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഏകദേശം എല്ലാ കമ്പനികളും തന്നെ 20-30% ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മുടെ പോളിസിയുടെ സം അഷ്വേർഡിൽ അപ്രീസിയേഷൻ കൊടുക്കാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് കൂട്ടാം. ഇനി അടുത്തൊരു കാര്യം പ്രവാസികൾക്കുള്ളതാണ്. ഈ പ്രവാസികളായ ആൾക്കാർ പലപ്പോഴും ഗൾഫിൽ പോളിസി ഉണ്ടാവും. അവർ നാട്ടിൽ പോളിസി എടുക്കാത്ത ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഗൾഫിലുള്ള പോളിസി നിങ്ങൾ ജോലിയിലിരിക്കുന്ന കാലത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് കമ്പനി കൊടുക്കുന്ന ഒരു ബെനിഫിറ്റായിട്ടാണ് സാധാരണ ഗൾഫിൽ കണ്ടുവരാറുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗൾഫിൽ പോളിസി എടുത്ത് നാട്ടിൽ പോളിസി എടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം സംഭവിക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൾഫിൽ കുറേ കാലം താമസിക്കുന്നു, അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്ന ശേഷം പുതിയൊരു പോളിസി എടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടാവും. നമ്മുടെ നാട്ടിൽ പ്രായം കൂടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസിൽ സ്വാഭാവികമായും കണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് കോപേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിനൊരു എക്സ്പെൻസ് ചിലവാകുമ്പോൾ ആ ചിലവാകുന്ന എക്സ്പെൻസിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് കസ്റ്റമർ അടക്കേണ്ട ഒരവസ്ഥ കോപേയ്മെൻറ്റ് എന്ന് പറയുന്നതിൽ വരാറുണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിൽ പോളിസി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കോപേയ്മെൻറ്റ് ഓപ്ഷൻസ് പലപ്പോഴും പല കമ്പനികളും ആഡ് ചെയ്യാറുണ്ട്. പല കമ്പനികളും എന്നല്ല, ഏകദേശം എല്ലാ കമ്പനികളും തന്നെ കോപേയ്മെൻറ്റ് ഓപ്ഷൻസ് അതിൻ്റെ കൂടെ ഇടാറുണ്ട്. ഇനി രണ്ടാമത്തൊരു കാര്യം, നാട്ടിൽ പോളിസി എടുക്കുമ്പോൾ നാട്ടിൽ എല്ലാ പോളിസികളിലും പല അസുഖങ്ങൾക്കും നമ്മൾ 2-3 വർഷങ്ങളൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട്.
പക്ഷേ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു, നാട്ടിൽ വന്ന ശേഷം നമ്മളൊരു 3 വർഷം നമുക്ക് വരുന്ന അസുഖങ്ങളിൽ പലതിനും കവറേജ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ തന്നെ കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സോ അതുകൊണ്ട് ഗൾഫിൽ ഉണ്ടാവുന്ന ആൾക്കാർ അസുഖമില്ലല്ലോ അല്ലെങ്കിൽ അവിടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വെക്കാതെ നാട്ടിലും കൂടി ഇൻഷുറൻസ് എടുക്കുക. അത് ഫ്ലോട്ടർ പ്ലാനായിട്ട് കംപ്ലീറ്റ് ഫാമിലിയെ കവറേജ് ചെയ്യുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിരക്ഷ ഗൾഫിലുണ്ടെങ്കിലും ഫാമിലിക്ക് നാട്ടിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കും നമുക്കതിന് എത്തിക്കാൻ പറ്റും. സോ ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൻ്റെ വലിയൊരു സംഖ്യ നാട്ടിൽ ഫാമിലിയുടെ എക്സ്പെൻസ്, അതായത് ഹോസ്പിറ്റൽ എക്സ്പെൻസിന് മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ളത്. ഏത് കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം താല്പര്യം തന്നെയാണ്. കാരണം പലതരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉള്ള ഒരു പ്ലാൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താരതമ്യേന ഏതാണ് അവരുടെ നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്താണെന്ന് നോക്കിയിട്ട് എത്ര % ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്തു. 99+ ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്, 99% മുകളിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കമ്പനികളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് എക്സ്ട്രാ പ്രീമിയം കൊടുത്താലും കുഴപ്പമില്ല, മറിച്ച് നല്ല തരത്തിലുള്ള സർവീസ് കിട്ടുന്ന പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് വരുന്ന കൺസ്യൂമബിൾസ് അത് മാക്സിമം കവർ ചെയ്യുന്ന പ്ലാൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പ്രീമിയം പേയിങ് കപ്പാസിറ്റി കൂടി നോക്കിയ ശേഷം പല ആൾക്കാരും EMI ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ പ്ലാൻ ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. കാരണം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെ 1, 2, 3, 4 പ്ലാനൊന്നും ആരും എടുക്കില്ല. സോ ബെറ്റർ ഏത് പ്ലാനാണെന്നുള്ളത് നോക്കുക. ഓരോ വർഷവും പറ്റുമെങ്കിൽ ആ പോളിസികൾ, ആ കമ്പനികൾ കൊടുക്കുന്ന പോളിസിയിലെ സെറ്റിൽമെൻറ്റ് റേഷ്യോ കുറഞ്ഞിട്ടുണ്ടോ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വച്ചുകൊണ്ട് പ്ലാൻ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക്